ഹലോ എവ്രി വൺ, നിങ്ങൾ ഈ വർഷം നീറ്റ് 2022 ആദ്യമായി അറ്റംപ്റ്റ് ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആണോ? ഇനിയുള്ള 2 മാസങ്ങൾ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണോ? ആണെങ്കിൽ ഐ ആം ഹിയർ ടു ഗൈഡ് യു. മൈസെൽഫ് ഒമർ മുഹമ്മദ്. ഞാൻ ഇപ്പോൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ 3rd ഇയർ MPBS വിദ്യാർത്ഥിയാണ്. 2019 നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്രാക്ക് ചെയ്ത സ്റ്റുഡൻ്റാണ്. സോ ലെറ്റ്സ് ബിഗിൻ ആ സീരീസ്. വെറും 10 സ്റ്റെപ്പുകൾ കൊണ്ട് നിങ്ങൾക്ക് ഇനിയുള്ള 2 മാസം എങ്ങനെ പ്രിപ്പയർ ചെയ്ത് നിങ്ങളെ നീറ്റ് 2022 ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. ഇപ്പോൾ നമുക്ക് നമ്മുടെ സീരീസ് തുടങ്ങാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ നമ്മുടെ ഡേറ്റ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ജൂലൈ 17th ആണ് നമ്മുടെ ഡേറ്റ് ഉള്ളത്. അതായത് ഏകദേശം നമുക്കൊരു 70 ദിവസം അല്ലെങ്കിൽ 2 മാസം തന്നെ പറയാം. 2 മാസത്തെ 2.5 മാസം പ്രിപ്പറേഷൻ നമുക്ക് ബാക്കിയുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? അതായത് ഏത് ടെക്സ്റ്റ് ബുക്ക് പഠിക്കണോ, അല്ലെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ ബാങ്ക് സോൾവ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എത്ര ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ സോൾവ് ചെയ്യണം, ഇതൊക്കെയാണോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്? ആക്ച്വലി അല്ല. അതായത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻട്രൻസിനോടുള്ള നമ്മുടെ മൈൻഡ് സെറ്റാണ്. ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ് എന്ന് പറയുന്നത് എൻട്രൻസ് എക്സാമിൽ സ്റ്റുഡൻസിനെ മെൻറ്റർഷിപ്പ് ചെയ്യുമ്പോഴും ഗൈഡ് ചെയ്യുമ്പോഴും ഏറ്റവും ഡിഫിക്കൽട്ട് തിങ് എന്ന് പറയുന്നത് അവർക്ക് ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതായത് ഈ ഒരു ജേണിയിൽ പലപ്പോഴും നിങ്ങൾക്ക് പല അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുന്ന ഒരു ജേണിയാണ്. ഈ എൻട്രൻസ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് പല സ്റ്റുഡൻസും പല ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റുള്ള സ്റ്റുഡൻസിന് ഫോക്കസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ഫസ്റ്റ് അറ്റംപ്റ്റ് ഉള്ളവർ 11th മുതലേ കോച്ചിങ് പോകുന്ന സ്റ്റുഡൻസ് ഉണ്ടാകും, 2 വർഷം, അല്ലെങ്കിൽ +2 സ്റ്റാർട്ട് ചെയ്തവരുണ്ടാവാം. ഇപ്പോൾ പല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും ആയി എൻട്രൻസ് കോച്ചിങ് ആദ്യമായി സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ടാവും. ഇതല്ലാതെ ഇനി ഉള്ള 70 ഡേയ്സ് ആദ്യമായി എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യണം എന്ന് ചിന്തിക്കുന്ന സ്റ്റുഡൻസും നമ്മുടെ ഇടയിൽ ഉണ്ടാവാം. ആര് തന്നെയാണെങ്കിലും എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, ഇതൊരു സ്ട്രെസ്ഫുൾ ജേണിയാണ്. ഈ ജേണിയുടെ ഇടയിൽ പലപ്പോഴും പല മൊമെൻറ്റ്സിലും നമ്മൾ പഠിച്ചാൽ നമുക്ക് മാർക്ക് കിട്ടില്ല, എക്സാമിന് മാർക്ക് കുറയും, ഇങ്ങനത്തെ പല പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കാൻ എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് ഇത് പറ്റില്ല, അല്ലെങ്കിൽ ഇത് ക്രാക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും എക്സ്ട്രാ ഓർഡിനറിലി ബ്രില്യൻ്റ് ആയിട്ടുള്ളവർക്ക് മാത്രമേ, അതായത് ബോൺ ടാലൻറ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ജനിക്കുമ്പോഴേ ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള അവർക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുക. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രൊവേർബ് ഉണ്ട് ഇംഗ്ലീഷിൽ, പലവർക്കും അറിയുന്നതായിരിക്കും, കോമൺ ആണ്. അതായത് റോം വാസ് ഇൻ ബിൽഡ് ഇൻ എ ഡേ. അതായത് റോം എന്ന നഗരം ഒരൊറ്റ ദിവസത്തിൽ ഉണ്ടാക്കിയതല്ല. ഈ ഒരു പ്രൊവേർബാണ് ആക്ച്വലി നീറ്റ് എല്ലാ വർഷവും നിങ്ങൾ ഏത് വർഷം എടുത്താലും നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്ത സ്റ്റുഡൻസിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അതായത് അവരാരും തന്നെ ഒരൊറ്റ ദിവസത്തിൻ്റെ എഫേർട്ടിലൂടെ ക്രാക്ക് ചെയ്ത ഒരു എക്സാം അല്ല നീറ്റ് എന്ന് പറയുന്നത്. ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻറ്റ് ഓരോ വർഷത്തെ നീറ്റ് ടോപ്പർ ഇൻ്റർവ്യൂ കണ്ടാലും നിങ്ങൾ ചോദിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും, അതായത് അവരെല്ലാവരും ഈ അപ്സ് ആൻഡ് ഡൗൺസിലൂടെ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ദ ഫസ്റ്റ് തിങ് യു നീഡ് ടു ഹാവ് ഇസ് നിങ്ങൾക്കൊരു ഫെയ്ത്ത് ഉണ്ടാവണം. അതായത് നിങ്ങളെ കൊണ്ട് ഇത് പോസിബിൾ ആണ്. അതായത് ഇതിന് ഡൗൺസ് ഉണ്ടാവും, ചില മൊമെൻറ്റ്സിൽ പഠിച്ചാലും നമുക്ക് മാർക്ക് കിട്ടാത്ത മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവാം, ബട്ട് ഇറ്റ് ഇസ് പാർട്ട് ഓഫ് ദ ജേണി എന്ന് നമ്മൾ ആദ്യം ആക്സെപ്റ്റ് ചെയ്യണം. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ക്രാക്കിംഗ് നീറ്റ് ഇൻ ദ ഫസ്റ്റ് അറ്റംപ്റ്റ്. താങ്ക് യു.